കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദാമ്പത്യ വിശ്വസ്തതയാണ്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയും സ്വരച്ചേർച്ചയും ഒക്കെ ഉണ്ടാകാം. എന്നാൽ പങ്കാളികൾക്ക് വിശ്വസ്തത പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കുടുംബ ജീവിതത്തിൻ്റെ താളം തെറ്റും. വഴിവിട്ട ബന്ധങ്ങളും സംശയവുമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പല പ്രശ്നങ്ങൾക്കും കാരണം. കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന് പിന്നിലും സമാന കാരണങ്ങളുണ്ട്. ഇതിന് പിന്നാലെയാണ് ആലപ്പുഴയിൽ ഭാര്യ വീട്ടിൽ വെച്ച് യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തെക്കുറിച്ചും കേട്ടത്. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ 2 പെൺകുട്ടികൾ നൊമ്പര കാഴ്ചകളായി മാറുന്നു. ഇതോടൊപ്പം വയനാട്ടിൽ മന്ത്രവാദത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസ് കൂടി പുറത്തു വന്നത് ഈ പകലാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊന്നതിൻ്റെ യാതൊരു കുറ്റബോധവുമില്ല. എന്നാൽ അനാഥയായി തീർന്ന 14-കാരിയായ മകളെക്കുറിച്ച് ഓർക്കുമ്പോൾ പത്മരാജൻ്റെ ഉള്ളു നീറുന്നുണ്ട്. അമ്മയെ കൊലപ്പെടുത്തിയ അച്ഛൻ്റെ മകളെന്ന ദുഷ്പേര് ഒരു വശത്ത്, അവളെ നോക്കാൻ ഇനി ആരുണ്ടെന്ന ചോദ്യവും അയാളെ വേട്ടയാടുന്നുണ്ട്. ഒരു നിമിഷത്തിൽ തോന്നിയ വൈകാരിക പ്രകടനമാണ് ചെമ്മാമുക്ക് സ്വദേശിനി അനിലിയുടെ ജീവനെടുത്തത്. ഭാര്യയ്ക്ക് ഹനീഷ് എന്ന യുവാവുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. 2 പേരെയും ചുട്ടെരിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. നടുറോഡിൽ വീട്ടമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചെമ്മാമുക്ക് ഇപ്പോഴും മുക്തമായിട്ടില്ല. അദ്ദേഹത്തിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹനീഷുമായി അനിലയ്ക്ക് ഒരു അവിഹിതമായ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംശയത്തിലായിരുന്നു ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് പത്മരാജൻ കടന്നത് എന്ന സൂചനകളാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. വാഹനത്തിൽ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഹനീഷാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നേരെ വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ വാഹനത്തിനുള്ളിലേക്ക് ഈ പെട്രോൾ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തിയത് എന്നും അന്വേഷണ സംഘത്തോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അനിലയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ഭർത്താവ് പത്മരാജൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം ഇങ്ങനെ: ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനില അനുസരിച്ചില്ല. കൺമുന്നിലിട്ട് ഹനീഷ് കഴിഞ്ഞ ദിവസം തന്നെ മർദ്ദിച്ചിട്ടും പിടിച്ചു മാറ്റാൻ പോലും ഭാര്യ തയ്യാറായില്ല. ഇത് മാനസികമായി തന്നെ ഏറെ തകർത്തു. ഭാര്യയെ വകവരുത്തിയതിൽ കുറ്റബോധമില്ലെന്നും വിഷമമുള്ളത് തനിച്ചായ 14 വയസ്സുകാരിയായ മകളെ ഓർത്ത് മാത്രമാണെന്നുമാണ് പ്രതിയുടെ മൊഴി. അതേസമയം പ്രകോപനമൊന്നും കൂടാതെയാണ് നടുറോഡിൽ വാഹനം തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ കൊളുത്തിയതെന്നും രക്ഷപ്പെടുത്താനാവാത്ത വിധം മാംസം അടർന്നുപോയ നിലയിലായിരുന്നെന്നും സംഭവത്തിന് ദൃക്സാക്ഷികളായ യുവാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞങ്ങൾ ഓടി ഒന്ന് അടുത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കത്തി വന്നിട്ട് അടുത്തോട്ട് പോകാൻ വയ്യ. മാക്സിമം അവർക്ക് അപ്പോഴത്തേക്ക് ഒരു 90-95% പുള്ളി മാറിയവർ. നമുക്ക് ഇവരുടെ മാംസം വിട്ടുമാറിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മളെ പച്ചില വെച്ച് അണയ്ക്കാൻ നോക്കി തീയാണെങ്കിൽ ലാസ്റ്റ് ചാക്ക് എടുത്തോണ്ട് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചെടുത്ത് മാംസം വിട്ടുമാറുക. സ്ഥലത്ത് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. തെളിവെടുപ്പിനായി പ്രതിയെ സ്ഥലത്തെത്തിച്ചപ്പോഴും ഭാവഭേദങ്ങൾ ഒന്നും കൂടാതെയാണ് പത്മരാജൻ കൃത്യമായ ആസൂത്രണത്തോടെ ഭാര്യ അനിലയെ വകവരുത്തിയതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. കൊല്ലം ചൊമ്മാമുക്കിൽ നിന്നും ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. മക്കളെ ഓർത്തെങ്കിലും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ആരും ചിന്തിക്കാറില്ല. ഒടുവിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് തിരിച്ചറിവുണ്ടാവുക. ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശി വിഷ്ണുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചതും ഭാര്യയുമായുള്ള പ്രശ്നങ്ങളാണ്. വിഷ്ണുവും ഭാര്യ ആതിരയും 1 വർഷത്തിലേറെയായി പിണങ്ങിക്കഴിയുകയായിരുന്നു. ഇവരുടെ 7 വയസ്സുള്ള മകൾ
2 വീടുകളിലുമായാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ രാത്രി മകളെയും കൂട്ടി ഭാര്യ വീട്ടിലെത്തിയ വിഷ്ണു അവിടെ ബഹളം വെച്ചു. പിന്നീട് കേട്ടത് യുവാവിൻ്റെ മരണവാർത്തയാണ്. ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പരാതി. സംഭവത്തിൽ ഭാര്യ ആതിരയെയും 3 ബന്ധുക്കളെയും പ്രതിയാക്കി തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹൃദ്രോഗിയായ വിഷ്ണുവിന്റെ മരണം ഹൃദയാഘാതം മൂലമെന്നായിരുന്നു ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഡോക്ടർമാരടക്കം പറഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ഭാരമുള്ള വസ്തുകൊണ്ട് തലക്കടിച്ചതാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ആദ്യം കേസെടുത്ത തൃക്കുന്നപ്പുഴ പോലീസ് പിന്നീട് കൊലപാതകത്തിന് കേസെടുത്തു. ഭാര്യ ആതിരയുടെ ബന്ധുക്കളായ പൊടിമോൻ, ബാബുരാജ്, പത്മൻ എന്നിവരാണ് പ്രതികൾ. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലയിലേക്ക് നയിച്ച സംഭവം ഇങ്ങനെ. ആതിരയും വിഷ്ണുവും 1.5 വർഷമായി പിണങ്ങിക്കഴിയുകയാണ്. ഇടയ്ക്ക് വിഷ്ണു വീട്ടിലെത്തി 4 വയസ്സുകാരനായ മകനെ കൂട്ടിക്കൊണ്ടുപോകും. കഴിഞ്ഞ ചൊവ്വാഴ്ച കുട്ടിയെ തിരികെ ഏൽപ്പിക്കാനായി തറയിൽക്കടവിലെ ആതിരയുടെ വീട്ടിലെത്തിയപ്പോൾ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ബഹളത്തിനിടയിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആതിരയുടെ അച്ഛന്റെ സഹോദരങ്ങളെത്തി വിഷ്ണുവിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിനിടെ കുഴഞ്ഞു വീണ വിഷ്ണുവിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബഹളത്തിനിടയിൽ ഹൃദയ സംബന്ധമായ തകരാറ് മൂലം മരിച്ചെന്നായിരുന്നു ആദ്യ വിലയിരുത്തൽ. എന്നാൽ മൃതദേഹത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ കൂടി കണ്ടതോടെ കൊലപാതകമാണെന്ന വിഷ്ണുവിന്റെ കുടുംബം ആരോപണമുയർത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. ന്യൂസ് 18 ആലപ്പുഴ. വയനാട് വൈത്തിരിയിൽ ഓട്ടോറിക്ഷയിൽ ജീപ്പിടിച്ച് യുവാവ് മരിച്ച സംഭവം സ്വാഭാവിക അപകടമായിരുന്നു. അപകടത്തിന് തൊട്ടു മുൻപ് ഓട്ടോ ഡ്രൈവറെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് ആരാണ്? ജീപ്പ് ഓട്ടോയിലിടിച്ച് ചുണ്ടേരി സ്വദേശി അബ്ദുൾ നവാസ് മരിച്ച സംഭവത്തിൽ നാട്ടുകാർക്ക് തോന്നിയ സംശയം കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ജീപ്പ് ഓടിച്ചിരുന്ന സുബിൽ ഷാദിനെ പോലീസ് ചോദ്യം ചെയ്തതോടെ ആസൂത്രിതമായ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു. നവാസിനെ കൊലപ്പെടുത്താനുള്ള കാരണമാണ് ഏവരെയും ഞെട്ടിച്ചത്. സുബിൽ ഷാദിൻ്റെ കടയുടെ മുന്നിൽ ഒരു കോഴിത്തല കണ്ടതും ഇത് കൂടോത്രമായിരുന്നുവെന്ന സംശയവും വൈരാഗ്യത്തിന് കാരണമായി. ഇതോടെ സഹോദരൻ അജിനുമായി ചേർന്ന് നവാസിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 8:30 ചുണ്ടേൽ എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപമായിരുന്നു നവാസിന്റെ മരണത്തിനിടയാക്കിയ അപകടം. നവാസ് സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും എതിരെ വരികയായിരുന്ന ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. വാഹനത്തിരക്ക് വളരെ കുറവായ നേരെയുള്ള റോഡിൽ അപകട സാധ്യത തീരെയില്ലെന്നും ഇത് മനഃപൂർവ്വമുണ്ടാക്കിയ അപകടമാണെന്നും നാട്ടുകാർ ആരോപിച്ചിരുന്നു. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി നവാസിന്റെ ബന്ധുക്കളും പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം അപകടമല്ലെന്നും ആസൂത്രിതമായ കൊലപാതകമാണെന്നും കണ്ടെത്തിയത്. മുഖ്യപ്രതിയായ സുമിൽ ഷാദ് സംഭവത്തിന് മുൻപ് ചുണ്ടേൽ എസ്റ്റേറ്റ് പള്ളിക്ക് സമീപം 1 മണിക്കൂറോളം ജീപ്പുമായി നവാസിനെ കാത്തുനിന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. നവാസ് ഓട്ടോയിൽ വരുന്നതായുള്ള ഫോൺ കോൾ ലഭിച്ചതിന് പിന്നാലെയാണ് സുമിൽ ഷാദ് ജീപ്പുമായി മുന്നോട്ടു പോയത്. തുടർന്ന് ജീപ്പുമായി എത്തി എതിരെ വരികയായിരുന്ന ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ സുമിൽ ഷാദിനും പരിക്കേറ്റിരുന്നു. അപകടത്തിനിടയാക്കിയ ജീപ്പ് ഓടിച്ചിരുന്ന സുമിൽ ഷാദും നവാസും തമ്മിലുള്ള മുൻ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി. ഫോൺ രേഖകളടക്കം പരിശോധിച്ചാണ് പോലീസ് തെളിവുകൾ കണ്ടെത്തിയത്. ചോദ്യം ചെയ്യലിനിടെ സുമിൽ ഷാദ് കുറ്റം സമ്മതിച്ചു.
കൊലപ്പെടുത്താനുള്ള കാരണം വ്യക്തിവൈരാഗ്യവും മന്ത്രവാദവുമെന്നാണ് പ്രതിയുടെ മൊഴി. സുമൽ ഷാദിന്റെ ഹോട്ടലിന് മുന്നിൽ മന്ത്രവാദം ചെയ്ത സംഭവമാണ് വൈരാഗ്യത്തിന് കാരണം. നവംബർ 30-ന് ഹോട്ടലിന് മുൻവശത്ത് വെച്ച് വാഴയിൽ വെച്ച നിലയിൽ കോഴിയുടെ തല, പട്ട്, ഭസ്മം, മഞ്ഞപ്പൊടി, വെറ്റില, പാക്ക് എന്നിവ ലഭിച്ചിരുന്നു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ നവാസാണ് കോഴിയുടെ തല ഉൾപ്പെടെ കടയുടെ മുന്നിൽ കൊണ്ടുവച്ചതെന്ന് കണ്ടെത്തി. തുടർന്നാണ് സുമിൽ ഷാദ് സഹോദരൻ അജിന്റെ സഹായത്തോടെ നവാസിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് പോലീസ് പറയുന്നു. നവാസിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്നും തെളിഞ്ഞു. സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ പ്രതിയുടെ പിതാവ് നടത്തുന്ന ഹോട്ടലിന്റെ ചില്ലുകൾ ബൈക്കിലെത്തിയ സംഘം കല്ലെറിഞ്ഞ് തകർത്തു. നവാസിന്റെ കൊലപാതകത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഹോട്ടലിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ന്യൂസ് 18 വയനാട്. പൂവൻ കോഴി, പാതിര കോഴി, പൂവാലൻ എന്ന പേരിലൊക്കെ ഫേസ്ബുക്കിൽ നിരവധി അക്കൗണ്ടുകൾ കാണാം. ഈ പേജുകളുടെ സ്വഭാവം പേരിൽ തന്നെ വ്യക്തമാണ്. യുവതികളെ, പ്രത്യേകിച്ച് സിനിമാ താരങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇതിൽ കൂടുതലും. അശ്ലീല ചുവയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടും. ഒടുവിൽ 2 പൂവൻ കോഴികൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. നടി മാളവിക മേനോനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിലാണ് പൂവൻ കോഴി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ഉടമ ഇടപ്പള്ളി സ്വദേശി ശ്യാം മോഹനെ കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ പാലക്കാട് സ്വദേശി ശ്രീജിത്ത് നേരത്തെ പിടിയിലായിരുന്നു. നടി മാളവിക മേനോനെ സമൂഹമാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിച്ചതിനെ തുടർന്നാണ് പരാതിയുമായി ഇവർ പോലീസിനെ സമീപിക്കുന്നത്. നടിയുടെ ചിത്രങ്ങൾ ദ്വയാർത്ഥം വരുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവരുടെ പ്രധാന രീതി. നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് സ്വദേശി ശ്രീജിത്ത് രവീന്ദ്രനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ 2ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇടപ്പള്ളി സ്വദേശി ശ്യാം മോഹൻ പൂവൻകോഴി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയായിരുന്നു വ്യാജപ്രചാരണം നടത്തിയിരുന്നത്. പരാതിക്ക് ഇടയാക്കിയ പോസ്റ്റുകൾ ഷെയർ ചെയ്തവർക്കെതിരെയും നിയമ നടപടികൾ ഉണ്ടാകും. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപവാദ പ്രചാരണത്തിനെതിരെ നടി നേരത്തെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തന്റെ വസ്ത്രത്തെക്കുറിച്ച് പോലും മോശമായ രീതിയിലുള്ള കമന്റുകളാണ് ചിലർ നടത്തുന്നതെന്നും ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത അവസ്ഥയിലാണെന്നും ഇവർ അഭിപ്രായപ്പെട്ടിരുന്നു. സോഷ്യൽ മീഡിയകളിൽ റീച്ച് കിട്ടാൻ പലരും നടിമാരുടെ ഫോട്ടോ ഉപയോഗിക്കാറുണ്ട്. ചിലർ അശ്ലീല ചുവയോടുകൂടിയാണ് ഫോട്ടോകൾക്ക് അടിക്കുറിപ്പ് നൽകുക. ആരും പരാതിയുമായി മുന്നോട്ട് വരാത്തതിനാൽ ഈയൊരു പ്രവണത കൂടി വരികയാണ്. മാളവികയുടെ പരാതിയും അതിനുള്ള നടപടിയും പരാതിയുള്ളവർക്ക് മുന്നോട്ട് വരാൻ ധൈര്യമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. ആ ചെക്കനെ പോലീസും നാട്ടുകാരും നന്നാകാനും സമ്മതിക്കില്ല. തൊപ്പി ഊരി വെച്ചിട്ടും എല്ലാവരും ഇപ്പോഴും കാണുന്നത് സംശയത്തോടെയാണ്. അങ്ങനെയാണ് ലഹരി കേസുമായി ബന്ധപ്പെട്ട് തൊപ്പി എന്ന നിഖാദിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയത്. കൊച്ചിയിലെ അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിടിച്ചെടുത്ത രാസലഹരി കേസിൽ പ്രതി ചേർക്കാനും നീക്കമുണ്ടായി. ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തൊപ്പി നല്ല പുള്ളയെന്നാണ് പോലീസ് പറയുന്നത്. തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണെന്നും യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് മടങ്ങി ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമത്തിലാണെന്നും നിഖാദ് എന്ന ചെറുപ്പക്കാരൻ പ്രഖ്യാപനം നടത്തിയത് സമീപകാലത്താണ്. താൻ വിഷാദരോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നും വീട്ടുകാർ തന്നെ സ്വീകരിക്കുന്നില്ലെന്നും നിഷാദ് തുറന്നു പറഞ്ഞിരുന്നു. പിന്നെ ആരും തൊപ്പിയെ കണ്ടിട്ടില്ല. കഴിഞ്ഞ മാസം 16-ന് കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ലഹരി കണ്ടെത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് നിഖാദിന്റെ പേര് വീണ്ടും ഉയർന്നു കേട്ടത്. തൊപ്പിയുടെ തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഡാൻസ് ഓഫ് സംഘം രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രാസലഹരി പിടികൂടിയിരുന്നു. പാലാരിവട്ടം പോലീസ് കേസെടുത്തതിന് പിന്നാലെ തൊപ്പിയും സുഹൃത്തുക്കളും ഒളിവിൽ പോയി. പിന്നാലെ ഈ കേസിൽ
തൊപ്പിയും സുഹൃത്തുക്കളും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യം തേടിയ നിഖാദ് അടക്കം 6 പേർക്കെതിരെയും കേസ് നിലവിലില്ലെന്നാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. ഇതോടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യ ഹർജി തീർപ്പാക്കി. നിഖാദും സുഹൃത്തുക്കളായ 3 യുവതികളുമടക്കം മുൻകൂർ ജാമ്യത്തിന് സമർപ്പിച്ച ഹർജിയിൽ ഡിസംബർ 4-നകം റിപ്പോർട്ട് നൽകാൻ പാലാരിവട്ടം പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് നിഖാദിനും മറ്റുള്ളവർക്കുമെതിരെ കേസില്ലെന്ന് പോലീസ് അറിയിച്ചത്. ന്യൂസ് 18 കൊച്ചി. വിവാഹബന്ധം പോലെ തന്നെ പ്രണയബന്ധങ്ങളിലും വിശ്വസ്തത വേണം. യുവതികളെ പ്രണയം നടിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ചില ബിരുദന്മാരുണ്ട്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി എയർ ഹോസ്റ്റസായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ ജാരിസ് മേത്തറിനെതിരെ കാസർഗോഡ് സ്വദേശിയായ യുവതിയാണ് പരാതി നൽകിയത്. സംഭവത്തിൽ ജാരിസിനെതിരെ മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തു. എയർ ഹോസ്റ്റസായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം വഞ്ചിച്ചെന്ന കേസിലാണ് പ്രവാസി വ്യവസായിക്കെതിരെ മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത്. മണ്ണഞ്ചേരി 6-ാം വാർഡ് പുത്തൻപറമ്പിൽ ജാരിസ് മേത്തറിനെതിരെ കാസർഗോഡ് സ്വദേശിയായ എയർ ഹോസ്റ്റസാണ് പരാതി നൽകിയത്. സംഭവം പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെ: വിമാനയാത്രയ്ക്കിടെ എയർ ഹോസ്റ്റസുമായി പരിചയപ്പെട്ട ജാരിസ് മേത്തർ പിന്നീട് പരാതിക്കാരിയുമായി പ്രണയത്തിലായി. വിവാഹമോചിതയായ ഇവരെ വിവാഹം കഴിക്കാമെന്ന ഉറപ്പ് നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ജോലി സംബന്ധമായി കാലടിയിൽ താമസിക്കുന്ന യുവതിയും ജാരിസും തമ്മിൽ 13 വർഷമായി സൗഹൃദത്തിലായിരുന്നു. ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ജാരിസിന്റെ മണ്ണഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് ചർച്ച നടന്നു. തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയാതായതോടെയാണ് തിരികെ മടങ്ങും വഴി യുവതി മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. പാർട്ടി സഖാക്കളെ നല്ല നടപ്പ് പഠിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് CPM-ന്റെ നിരവധി പ്രാദേശിക നേതാക്കൾക്കെതിരെ സ്വഭാവ ദൂഷ്യത്തിന് പരാതി വരുന്നു. ഇടുക്കിയിൽ യുവതിയെ തുടർച്ചയായി ശല്യം ചെയ്തെന്ന പരാതി ഉയർന്നത് CPM ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെയാണ്. പോത്തിൻകണ്ടം ബ്രാഞ്ച് സെക്രട്ടറി ബിജു ബാബു പ്രണയാഭ്യർത്ഥന നിരസിച്ചതോടെ പലതവണ വാഹനത്തിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതും ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ബിജുവിനെതിരെ വണ്ടൻമേട് പോലീസ് കേസെടുത്തു. ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി CPM-ഉം അറിയിച്ചു. CPIM പ്രാദേശിക നേതാവായ ബിജു വഴി നടക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവതി വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ഇയാൾ തുടർച്ചയായി ശല്യം ചെയ്തു. ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും വ്യക്തിവൈരാഗ്യം മുൻനിർത്തി നിരവധി തവണ വാഹനം തടഞ്ഞ് അശ്ലീലം പറഞ്ഞു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വധഭീഷണി മുഴക്കി. സമൂഹമാധ്യമങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് ബിജു യുവതിക്കും സഹപ്രവർത്തകർക്കും സന്ദേശം അയച്ചുവെന്നും പരാതിയിലുണ്ട്. ഭീഷണി പതിവായതോടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും വണ്ടൻമേട് പോലീസിലും യുവതി പരാതി നൽകുകയായിരുന്നു. വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തൽ, അശ്ലീലം പറയൽ തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. പിന്നാലെ ബിജുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി
CPIM ജില്ലാ നേതൃത്വം അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. BJPക്കാർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണിനി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പിടിയിലായത് BJP പ്രാദേശിക നേതാവാണ്. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി സതീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സതീഷ് കുമാറിൻ്റെ കടയിലെത്തിയ 9 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് പൂജപ്പുര പോലീസിൻ്റെ നടപടി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് BJP പ്രാദേശിക നേതാവ് പൂജപ്പുര വട്ടവിള സ്വദേശി V സതീഷ് കുമാർ അറസ്റ്റിലായത്. കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പോക്സോ നിയമപ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സതീഷ് കുമാറിന്റെ കടയിലെത്തിയ 9 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. സംഭവത്തിൽ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനുവച്ചപുരം ITIയിൽ ഇൻസ്ട്രക്ടറായിരുന്ന സതീഷ് കുമാർ കഴിഞ്ഞ മാസമാണ് വിരമിച്ചത്. സതീഷ് കുമാർ BJPയുടെ സജീവ പ്രവർത്തകനും ബാലഗോകുലം മുൻ ജില്ലാ നേതാവുമാണ്. ചെങ്കള്ളൂർ വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുമുണ്ട്. സംഭവത്തിൽ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ജയിലിൻ്റെ മതിൽ ചാടുന്ന പ്രതികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ജയിൽ കെട്ടിടത്തിൻ്റെ ഓട് മാറ്റി പുറത്തു ചാടിയ ഒരു ബിരുദനെക്കുറിച്ചുള്ള വാർത്തയാണിത്. പുതിയങ്ങാടി സ്വദേശി മുഹമ്മദ് സഫാദ് ഞായറാഴ്ചയാണ് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ടത്. മോഷണക്കേസിലെ പ്രതിയായ സഫാദിനെ പിടികൂടാൻ കഴിഞ്ഞെങ്കിലും ജയിലിനുള്ളിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടത് ഗുരുതരമായ വീഴ്ചയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ജയിൽ വകുപ്പിൻ്റെ തീരുമാനം. മോഷണക്കേസിൽ റിമാൻഡ് തടവുകാരനായ പുതിയങ്ങാടി സ്വദേശി മുഹമ്മദ് സഫാദാണ് ഞായറാഴ്ച ജയിൽ ചാടിയത്. TV കാണാൻ സെല്ലിൽ നിന്നും ഇറങ്ങിയപ്പോൾ ആണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഞായറാഴ്ച 10 മണിക്ക് ജയിൽ വരാന്തയിൽ എല്ലാവരും TVയിൽ സിനിമ കാണുന്ന തക്കത്തിൽ 2ാം നിലയിലെ കെട്ടിടത്തിലെ ഓടുമാറ്റി പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. സഫാദിനെ കഴിഞ്ഞ മാസം 17-നാണ് കോഴിക്കോട് ജില്ലാ ജയിലിൽ കൊണ്ടുവന്നത്. ഞായറാഴ്ചകളിലാണ് കോഴിക്കോട് ജില്ലാ ജയിലിൽ തടവുകാർക്ക് TV കാണാൻ അനുമതിയുള്ളത്. തടവ് ചാടിയ പ്രതിക്കായി പോലീസ് ഊർജിത തെരച്ചിൽ നടത്തിയെങ്കിലും തുമ്പുണ്ടായില്ല. ചൊവ്വാഴ്ച രാത്രിയാണ് നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത്. പോലീസ് കൺട്രോൾ റൂമിൽ രാത്രി 7:45ഓടെയാണ് അജ്ഞാതന്റെ ടെലിഫോൺ സന്ദേശം എത്തിയത്. ജയിൽ ചാടിയ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ അത്താണിക്കൽ അങ്ങാടിയിൽ മാസ്ക് ധരിച്ച് ഉണ്ട് എന്നായിരുന്നു സന്ദേശം. ഉടൻ തന്നെ ആ ഭാഗത്ത് പട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്ന പോലീസ് അവിടെ എത്തി. പോലീസ് സമീപത്തേക്ക് ചെന്നതോടെ സഫാദ് ഓടി. 15 മിനിറ്റോളം ഓടിച്ച് കാർ ഷോറൂമിന് മുൻവശത്ത് വെച്ച് 8 മണിയോടെ ഉദ്യോഗസ്ഥർ പ്രതിയെ കസബ പോലീസിന് കൈമാറി. ജയിലിൽ നിന്നും തടവുകാരൻ രക്ഷപ്പെട്ടത് വലിയ വീഴ്ചയാണ് എന്നാണ് വിലയിരുത്തുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് ജയിൽ വകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.
സൈബർ ചതിയിലൂടെ കോടികളാണ് പ്രതിദിനം കേരളത്തിൽ നിന്നും തട്ടിയെടുക്കുന്നത്. ഇതിന് പിന്നിൽ മലയാളികളും പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതോടെ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഡിജിറ്റൽ തട്ടിപ്പുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ ED കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. സംസ്ഥാന വ്യാപകമായി ഡിജിറ്റൽ തട്ടിപ്പുകൾ തുടർക്കഥയാകുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായനികുതി വകുപ്പിന്റെയും ഇടപെടൽ. വിദേശത്തു നിന്നടക്കം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണമിട്ട് നൽകുകയും അത് ATM വഴി പിൻവലിക്കുകയും ചെയ്യുന്നതിൽ വൻ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ കേസെടുത്ത ED സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-കൾ കേന്ദ്ര ഏജൻസി ശേഖരിച്ചു കഴിഞ്ഞു. അതേസമയം ഡിജിറ്റൽ തട്ടിപ്പുകളുടെ മറവിൽ ഹവാല ഇടപാട് നടക്കുന്നതായി EDക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും ED അന്വേഷണ പരിധിയിലെത്തിക്കഴിഞ്ഞു. കേസിലെ പ്രതികളെ ED കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഈ കേസിൽ ഹവാല ബന്ധം പോലീസ് കണ്ടെത്തിയിരുന്നു. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സംഘമായിരുന്നു ഇതിനു പിന്നിൽ. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊല്ലം ചടയമംഗലത്ത് മധ്യവയസ്കന്റെ കയ്യിൽ നിന്ന് പണം പിടിച്ചുപറിച്ച യുവാവ് പിടിയിൽ. പിടിയിലായത് ചടയമംഗലം സ്വദേശി ശരത്. ചടയമംഗലത്ത് MDMA-യും കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി. നിലമേൽ സ്വദേശി മുഹമ്മദ് സുഹൈലാണ് പിടിയിലായത്. കാസർഗോഡ് 135 കിലോ ചന്ദനമുട്ടികളുമായി 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് അമ്പലത്തറ 3-ാം മൈൽ സ്വദേശികളായ പ്രസാദ്, ഷിബുരാജ് എന്നിവർ. കാസർഗോഡ് റോഡിൽ ഡിവൈഡറായി വെച്ച ബാരലുകൾ മോഷ്ടിച്ച് ടെമ്പോയിൽ കൊണ്ടുപോകവേ യുവാവ് അറസ്റ്റിൽ. ചിക്കമംഗലൂരു സ്വദേശി വിനയ്കുമാറാണ് അറസ്റ്റിലായത്. കാക്കിയിട്ടവരുടെ ക്രിമിനൽ ബന്ധം പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കാറുണ്ട്. തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷമീറിൻ്റെ ബന്ധങ്ങൾ ഗുണ്ടകളുമായിട്ടാണ്. ക്രിമിനൽ കേസുകളിൽപ്പെട്ടാൽ പണം വാങ്ങി ഇവരെ രക്ഷപ്പെടാൻ സഹായിക്കും. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിയുടെ അച്ഛനിൽ നിന്ന് 2000 രൂപ വാങ്ങിയതുൾപ്പെടെ ഷബീറിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു. ഈ സംഭവത്തിൽ ഷബീറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നേരത്തെ 4 തവണ ഇയാൾ വകുപ്പ് തല നടപടി നേരിട്ടിട്ടുണ്ട്. ഇതുപോലെ ക്രിമിനൽ ബന്ധമുള്ള പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.